സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ സയ്യിദ്. ഇസ്തിഗ്ഫാറിന് ഒരുപാട് പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ അല്ലാഹുമ്മ ഗ്ഫിർലി, അതേപോലെ പിന്നെ അസ്തഗ്ഫിറുല്ലാ തുടങ്ങി പാപമോചന പ്രാർത്ഥന ആ ആശയം വരുന്ന ഹദീസിൽ വന്നതും ഖുർആനിൽ വന്നതുമായ പദങ്ങൾ, അതിൽ വരാത്ത പദങ്ങൾ, ധാരാളം പദങ്ങൾ ഇസ്തിഗ്ഫാറിന് ഉപയോഗിക്കപ്പെടാം. ആ വന്ന എല്ലാ പദങ്ങളിലും ഏറ്റവും മികച്ച പദം, അതുകൊണ്ടാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ സയ്യിദ് എന്ന് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. സയ്യിദുൽ ഇസ്തിഗ്ഫാരി അൻ തഖൂൽ, നീ ഇപ്രകാരം പറയലാണ്, പ്രാർത്ഥിക്കലാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇപ്പം നബി തങ്ങൾ ഒരു ദുആ പഠിപ്പിക്കണം. ഈ ദുആയാണ്, ഇങ്ങനെ പറയലാകുന്നു സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇങ്ങനെ പറയൽ: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന് നീ പറയലാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അപ്പോൾ അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്താണ് അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീയാകുന്നു എൻ്റെ രക്ഷിതാവ്, എൻ്റെ റബ്ബ് നീയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ യാതൊരു ഇലാഹും തന്നെ ഇല്ല. ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം എന്നെ സൃഷ്ടിച്ചവൻ നീയാണ്, എൻ്റെ റബ്ബ് നീയാണ്, എൻ്റെ ഇലാഹും നീയാണ്. ഖാലിഖ്, റബ്ബ്, ഇലാഹ് എല്ലാം അംഗീകരിക്കുന്നത് വന്നവിടെ. എൻ്റെ ഖാലിഖ് അല്ലയാണ്, എൻ്റെ റബ്ബ് അല്ലയാണ്, എൻ്റെ ഇലാഹും അല്ലയാണ്. സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതും എൻ്റെ ആരാധ്യനും അല്ലാഹു തആലയാകുന്നു. വഅന അബ്ദുക, ഞാൻ എൻ്റെ അടിമയുമാകുന്നു. വഅന അബ്ദുക, ഞാൻ എൻ്റെ അടിമയാണ്. ഏറ്റവും മഹത്തായ സ്ഥാനമാണ് അബ്ദ് എന്നുള്ളത്. അല്ലാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അബ്ദിന് വലിയ മഹത്വമുണ്ട്. അബ്ദ്, നബി തങ്ങൾ അബ്ദുൽ റസൂലാണ്. നബി തങ്ങൾ അബ്ദുൽ റസൂലാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മലിക്കുൻ റസൂലുണ്ട്, അബ്ദുൽ റസൂലുണ്ട്. മലിക്കുൻ റസൂൽ, ഇപ്പോൾ സുലൈമാൻ നബി ഇസ്ലാം റസൂലാണ്, രാജാവാണ്. മുഹമ്മദ് നബി റസൂലാണ്, അടിമയാണ്. നബിക്ക് അല്ലാഹു ഖിയാർ കൊടുത്ത് എന്ത് വേണം, രാജാവായ റസൂലാകണോ അടിമയായ റസൂലാവണോ? നബി പറഞ്ഞു, ഞാൻ അടിമയായ റസൂൽ തിരഞ്ഞെടുത്തു, അബ്ദുൽ റസൂൽ ഞാൻ തിരഞ്ഞെടുത്തു എന്നാണ് നബി ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അബ്ദുൽ റസൂലാണ് മഹത്വം കൂടുതൽ, മലിക്കിനേക്കാളേറെ. മാത്രമല്ല, ഒരു അബ്ദാകുമ്പോൾ എപ്പോഴും ഉടമയെ മാത്രം നോക്കി പറഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഉടമ എന്ത് പണവും ചെയ്യുക, അതാണ് അടിമയുടെ പണി. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. രാജാവാകുമ്പോൾ രാജാവിന് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പം അബ്ദിന് അങ്ങനെ കുറേ മഹത്വങ്ങളുണ്ട്. മാത്രമല്ല, ഉടമയുടെ പൂർണ്ണമായ അധികാരത്തിലാണ് അടിമയുള്ളത്. ഉടമക്കാതിരിക്കുന്ന പ്രത്യേകമായ ഒരു ശ്രദ്ധ അടിമയുടെ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അബ്ദുള്ള എന്നതിന് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് പേരുകളിൽ അബ്ദുള്ള, അബ്ദുറഹ്മാൻ ഏറ്റവും മഹത്വമാണ് പറഞ്ഞത്. അബ്ദു കുട്ടി പറയുന്ന പേരുകൾ അതിന് സ്ഥാനം കൂടുതലാണ്. മക്കൾക്ക് പേരിടുമ്പോൾ അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്ന പേരിന് കൂടുതൽ പ്രോത്സാഹനം ഹദീസ് വന്നത് ആ ഒരു തലത്തിലാണ്. അപ്പം അബ്ദ് എന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. നബി മക്കയിൽ അബ്ദുൽ റസൂലാണ്. പിന്നെ മദീനത്തേക്ക് എത്തിയപ്പോൾ നബി അവിടെ മലിക്കും കൂടിയായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്താണ് ഭരണം വന്നത്. കാരണം അതെന്ന് വെച്ചാൽ ശരീഅത്ത് ഖിയാമത്ത് വരെ ഉള്ളതാണ്. അതുകൊണ്ട് അബ്ദുൽ റസൂലിൻ്റെ കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളും മലിക് റസൂലിൻ്റെ കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളും രണ്ടും പഠിപ്പിക്കപ്പെടണം. അതുകൊണ്ടാണ് അവിടെ അത് വന്നത്. കാരണം ഭരണമുള്ളിടത്ത് നടപ്പാക്കേണ്ട ഇസ്ലാമിക നിയമങ്ങളുണ്ട്, ഇല്ലാത്തിടത്ത് നടപ്പാക്കേണ്ട ഇസ്ലാമിക നിയമങ്ങളുണ്ട്. രണ്ടും നബിയുടെ ജീവിതത്തിൽ മാതൃക വേണം. ഇപ്പം മക്കയിൽ അബ്ദുൽ റസൂലായി ജീവിച്ചു, മദീനയിൽ മലിക്കുൻ റസൂലായി ജീവിച്ചു. അപ്പം മലിക്കുൻ റസൂലാകുമ്പോൾ, അധികാരമുണ്ടാകുമ്പോൾ, ഭരണമുണ്ടാകുമ്പോൾ അവിടെ എന്തെല്ലാം നടപ്പാക്കണം അത് അവിടുന്ന് കിട്ടി. അല്ലാത്തപ്പോൾ എന്ത് നടപ്പാക്കണം അത് മക്കയിൽ നിന്നും കിട്ടി. അപ്പോഴാണ് ശരീഅത്ത് പൂർണ്ണമാകുന്നത്. ശരീഅത്തിൻ്റെ എല്ലാ നിയമങ്ങളും പഠിപ്പിക്കാൻ അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നബി അല്ലാഹുവിൻ്റെ 2 സ്ഥാനവും നൽകിയത് എന്നാണ്. തഫ്സീർ റാസിയിൽ സൂറത്തുൽ കഹ്ഫിലെ 12-ാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഈ അബ്ദുൽ റസൂലിൻ്റെ ചർച്ചകൾ അദ്ദേഹം ധാരാളമായി പറഞ്ഞത് കാണാൻ നമുക്ക് കഴിയും.